കൊച്ചിയിൽ നിന്ന് ചേതൻ കൂടി ചേരുന്നുണ്ട്. ചേതൻ, കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തെ ഈ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ പറഞ്ഞതുപോലെ തന്നെ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് കാർണിവലാണ്. വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ച് ഫോർട്ട് കൊച്ചി ഇതിന്റെ ഒരു കേന്ദ്രമാണ്. ഈ കാർണിവലുകളിലേക്കൊക്കെയും വലിയ തോതിലുള്ള ആളുകളുടെ തിരക്ക് അതുണ്ട്. സ്വാഭാവികമായിട്ടും നിയന്ത്രണങ്ങൾ കുറച്ചുകൂടി കടുപ്പിക്കേണ്ട ഒരവസ്ഥയുമുണ്ട്. എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ? കാവ്യ, ആദ്യം തന്നെ കാവ്യക്കും അതുപോലെ തന്നെ ഡെസ്കിലുള്ളവർക്കും അവിടെയുള്ള എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിയിലെ പരേഡ് ഗ്രൗണ്ടിലാണ്. അതായത് എറണാകുളം ജില്ലയിൽ തന്നെ കൊച്ചി നഗരത്തിൻ്റെ അതെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിലാണ്. കൊച്ചി കാർണിവൽ നടക്കുന്ന സ്ഥലമാണ് ഇവിടെ. നമുക്കറിയാം എറണാകുളം ജില്ലയിലെ അതുപോലെ തന്നെ കൊച്ചി നഗരത്തിലെ മുഖ്യമായിട്ടുള്ള പുതുവത്സര ആഘോഷങ്ങൾ കേന്ദ്രീകരിക്കുന്നത് സ്ഥലം കൂടിയാണ് ഇവിടെ കൊച്ചി കാർണിവൽ. ആ കൊച്ചി കാർണിവലാണ് പ്രേക്ഷകർക്ക് കാണാം. എൻ്റെ പിന്നിലായി നിൽക്കുന്നത് കൊച്ചി ഈ ക്രിസ്മസ് പാപ്പാഞ്ഞ് ഒരു ഭീമാകാരമായ ഒരു ഏകദേശം 20-30 അടിയോളം ഉയരമുള്ള ഭീമാകാരമായ ഒരു ക്രിസ്മസ് പാപ്പാഞ്ഞിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. രാത്രി, അതായത് ജനുവരി 1, അതായത് രാത്രി 12 മണിയാകുമ്പോൾ ഇത് കത്തിക്കും. ഇത് കത്തിക്കുന്നതോടെയാണ് ഇതിൻ്റെ ഒരു ഫുൾ എഫക്റ്റിലേക്ക്, അതിൻ്റെ ഒരു ആഘോഷങ്ങളുടെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നത്. രാത്രി 12 മണിക്കാണ് ഈ ചടങ്ങ് നടക്കുക. വൻ സുരക്ഷാ സന്നാഹത്തിലാണ് ഇത്തവണ ഫോർട്ട് കൊച്ചിയിലെ പുതുവത്സര ആഘോഷങ്ങൾ നടക്കുക. അതുപോലെ തന്നെ ഈ പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന പരേഡ് ഗ്രൗണ്ടിലും നിയന്ത്രണങ്ങൾ ഉണ്ടാവും. പ്രദേശത്ത് ബാരിക്കേഡുകൾ സ്ഥാപിച്ച് പല മേഖലയായി, അതായത് ഈ ഗ്രൗണ്ട് നമുക്കറിയാം വലിയൊരു ഗ്രൗണ്ടാണ്. ഇത് ബാരിക്കേഡുകൾ വെച്ച് പല മേഖലകളായി തിരിച്ച് ആൾക്കാരെ പ്രവേശിപ്പിക്കുന്നതായിരിക്കും. പരമാവധി ആൾക്കാരെ പ്രവേശനം ഉറപ്പുവരുത്തുന്നതായിരിക്കും. പക്ഷേ ആൾക്കാരുടെ എണ്ണം നമുക്കറിയാം, ആയിരക്കണക്കിന് ആൾക്കാർ ഒഴുകിയെത്തുന്ന സ്ഥലമാണ് ഈ കൊച്ചിൻ കാർണിവൽ. ആൾക്കാർ കൂടിയാൽ പിന്നെ ഇങ്ങോട്ടേക്ക് ഈ ഗ്രൗണ്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം ഉണ്ടാവില്ല. ഓരോ മേഖലകളിലും എക്സിറ്റ് പോയിന്റുകളും ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ഗ്രൗണ്ടിൻ്റെ ചുറ്റും സാധാരണ പോലെ പാർക്കിംഗ് ഉണ്ടാവാറുണ്ട്. ഈ തിരക്ക് കണക്കിലെടുത്ത് ഈ ഗ്രൗണ്ടിൻ്റെ ചുറ്റും പാർക്കിംഗ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ പാപ്പാഞ്ഞിയെ കത്തിച്ച ശേഷം ഇത്തവണ 1 മണിവരെ കലാപരിപാടികൾ തുടരുന്നതായിരിക്കും. അതുപോലെ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഇത്തവണ വിപുലമായ സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതായത് ഈ പ്രദേശത്തിൻ്റെ പല ഭാഗങ്ങളിലായി, പല ഗ്രൗണ്ടുകളിലായി സമീപ പരിസരത്തുള്ള ഓപ്പൺ സ്ഥലങ്ങളിലേക്കും പാർക്കിംഗ് സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തവണ പോലീസിൻ്റെ അതീവ സുരക്ഷാ മേഖലയിലായിരിക്കും ഈ സ്ഥലം ഇന്നുണ്ടാവുക. നമുക്കിപ്പോൾ ഇവിടെ നമ്മളോട് കൂടെ ഒരു അതിഥി ചേരുന്നുണ്ട്. ഈ കൊച്ചി കാർണിവലിലെ സംഘാടകൻ കൂടിയായ കെ നദീർ ജനറൽ സെക്രട്ടറിയാണ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, ഈ കൊച്ചി കാർണിവലിൻ്റെ ഒരുക്കങ്ങൾ ഏത് ഘട്ടത്തിലാണ്? ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു, എങ്ങനെയാണ്? അന്തിമഘട്ടത്തിലാണ്. പാപ്പാണി കയറിക്കഴിഞ്ഞ് ഇനിയിപ്പോൾ അന്തിമഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ വൈകുന്നേരം 6 മണി 7 മണിക്ക് മുമ്പ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. സ്റ്റേജ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. അത് 2 മണി വരെ നീണ്ടുപോകും. 2 വരെ എല്ലാ വർഷവും ഞങ്ങൾ 11:45 ആകുമ്പോൾ പരിപാടി ക്ലോസ് ചെയ്യും. പിന്നെ പപ്പനെ കത്തിച്ച് കഴിഞ്ഞാൽ പരിപാടി നിർത്തലാണ്. പക്ഷേ ഈ വർഷം തിരക്ക് ഒറ്റയടിക്ക് പോകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പോൾ കുറേ ആൾക്കാർ പ്രോഗ്രാം കണ്ടുകൊണ്ട് നിന്നോളും, കുറേ ആളുകൾ പോകും. അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ ആ രീതിയിലേക്ക് അടുത്തത് തിരക്ക് മാക്സിമം കുറച്ച് കൊണ്ടിട്ട് നോർമലായിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് 2 മണി വരെ പ്രോഗ്രാം നീട്ടിക്കൊണ്ടുവരിക്കുന്നത്. പിന്നെ സുരക്ഷാ സംവിധാനം ജില്ലാ ഭരണകൂടം പോലീസുമായിട്ട് നല്ല സഹകരണത്തോടു കൂടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യാതൊരു വിധത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാത്ത വിധത്തിൽ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ അതിൽ എങ്ങനെയാണ് ഇത്തവണ മാറ്റം? പാർക്കിംഗ് ഞങ്ങൾ പുറത്തു വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ ഐലൻഡിലാണ് പാർക്കിംഗ് കൊടുത്തിരിക്കുന്നത്. ഐലൻഡിൽ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം പാലം വഴി തോപ്പുംപടിയിലും BOT ജംഗ്ഷനിലും വന്നാൽ അവിടുന്ന് പൊതുവാഹനങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. ബസ് ഉണ്ടാവും, ഓട്ടോറിക്ഷ വാഹനങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നേരെ കൂവപ്പാടം വരെ വരിക. കൂവപ്പാടത്ത് നിന്ന് അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം നടന്ന് ഗ്രൗണ്ടിലേക്ക് വരിക. പിന്നെ വൈപ്പിൻകരയിൽ വരുന്നത് കാളമുക്കിൽ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ജങ്കാർ ഉണ്ടാവില്ല. അപ്പോൾ 4 മണി വരെ ഉള്ളൂ തിരക്ക് ഒഴിവാക്കുന്നതിന്. അപ്പോഴും 4 മണിക്കും വാഹനങ്ങളൊന്നും കടത്തി വിടില്ല. വാഹനം ഇവിടെ വൈപ്പിൻകരയിൽ പാർക്ക് ചെയ്യണം. അവർ ജങ്കാറിൽ കയറിക്കൊണ്ടിട്ട് ഇപ്പുറം വന്നിട്ട് ഇതിനോട് നമുക്ക്
യോജിക്കാവുന്നതാണ്. അങ്ങനെ പാർക്കിംഗ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. ശരി, വളരെ നന്ദി. അത് കാവ്യ, നമുക്കിവിടെ കാണാം, എൻ്റെ ചുറ്റും ഇവിടെ രാവിലെ തന്നെ ഇവിടെ ഈ പാപ്പാഞ്ഞിയെ കാണാൻ വേണ്ടി, ഭീമാകാരനായ പാപ്പാഞ്ഞിയെ കാണാൻ വേണ്ടി ജനങ്ങൾ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ്. പലരും നാട്ടുകാരുണ്ട്, അതുപോലെ തന്നെ കാർണിവൽ കാണാൻ മാത്രമായി മറ്റു ജില്ലകളിൽ നിന്നും ആൾക്കാർ എത്തുന്നുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ ചേട്ടനോട് ചോദിക്കാം. എന്താ ചേട്ടൻ്റെ പേരെന്താ? സേവിയർ. ഈ നാട്ടുകാരനാണോ? അതെ അതെ അതെ. അപ്പോൾ ഇത് എല്ലാ വർഷവും കാണാറുള്ള കാഴ്ചയാണ്. ഓർമ്മ വെച്ചാലുണ്ട്, കാണുന്നുണ്ട്. ഇത് എൻ്റെ ഉത്ഭവം ശരിക്കും സൗദിയിൽ നിന്നാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഒരു കഥ പറയുമോ? അതാണ് ഇതിൻ്റെ ഉത്ഭവം. ഫോർട്ട് കൊച്ചി സൗദിയിൽ നിന്നാണ്. സൗദി ബീച്ചിലോട് സൗദി തിയേറ്റേഴ്സാണ് അവിടെ ഇത് നടത്തിയിരുന്നത് വെച്ച്, ഫ്രാൻസ് ഡ്രസ് പോലെ. ഞാൻ കുറേ കാലങ്ങൾക്ക് പിന്നെ ഇപ്പുറത്തേക്ക് ഫോർട്ട് കൊച്ചിക്ക് ആദ്യം വലുതായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അങ്ങനെയാണ് ഫോർട്ട് കൊച്ചിയിലേക്ക് ഇത് വിപുലീകരിച്ചത്. ഇപ്പോൾ വേൾഡ് അറിയപ്പെടുന്നൊരു ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വർഷവും തിരക്ക് കൂടുകയാണല്ലേ? ഓരോ വർഷം ഭയങ്കര തിരക്ക് കൂടിക്കൊണ്ടിരിക്കണേ. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പോയി. കുറേ പേര് ഹോസ്പിറ്റലിൽ തിരക്കിൽപ്പെട്ട് 10 ലക്ഷം പേരായിട്ട് വന്ന് നിൽക്കുന്നു. ഇതിപ്പോൾ ഒരു ഉച്ചയാകുമ്പോൾ തന്നെ ഫുള്ളാവും ഇവിടെ. എല്ലാ വഴികളും ബ്ലോക്ക് ചെയ്യും. ഉച്ചയാകുമ്പോൾ തന്നെ 2 മണിയാകുമ്പോൾ തന്നെ ബ്ലോക്കാവും എല്ലാം മൊത്തം. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കണം ഇവിടെ. ഒരാഴ്ച രാവിലെ തൊട്ട് ബ്ലോക്ക് തിരക്കായിരിക്കും ഇവിടെ. പിന്നെ അല്ല ഓക്കെ. കാവ്യ, നമുക്ക് കാണാം ധാരാളം പേരാണ് ഇവിടെ രാവിലെ ഈ ഭീമാകാരനായ ക്രിസ്മസ് പാപ്പാഞ്ഞെ കാണാൻ ഇവിടെ എത്തുന്നത്. കുട്ടികളും സ്ത്രീകളും മുതിർന്നവരും എല്ലാവരും ഇവിടെയുണ്ട്. മോളെങ്ങനെ? ഈ നാട്ടുകാരിയാണോ? വരാറുണ്ട്. ഇന്ന് രാത്രി മൊത്തം കണ്ടിട്ട് കാണുക? രാത്രി ചിലപ്പോൾ വരുള്ളൂ. ഇപ്പൊ കണ്ടു പോവാനാണ്. എല്ലാവരും ആ ഒരു പുതുവത്സരത്തിൻ്റെ ഒരു സന്തോഷത്തിലാണ്. എല്ലാവരുടെയും മുഖത്ത് അത് തെളിഞ്ഞു കാണാം. ഈ കാർണിവൽ, ഈ ഭീമാകാരനായ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതോടുകൂടി ഈ വർഷത്തെ എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും ഇല്ലാണ്ടാകുന്നു എന്നാണ് ഇതിൻ്റെ ഒരു വിശ്വാസം. ധാരാളം പേര്, നമുക്കറിയാം, ഞാനിവിടെ വരുമ്പോൾ അത്ര തിരക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ആൾക്കാരുടെ ഇത് കാണാനുള്ള ആൾക്കാർ വളരെ കൂടി വരുന്നതാണ്. ഏകദേശം ഉച്ചയോടുകൂടിയാകുമ്പം ഈ പരേഡ്, ഈ മൈതാനം നിറഞ്ഞു കവിയുന്ന ഒരു കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാവ്യ.